ഇനിയിപ്പോൾ എന്താ തുണികൾ രാവിലെ അലക്കിയിട്ടതൊക്കെ ഒന്ന് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഇവിടെ പൂക്കോട്ടുംപാട അമ്പലത്തിലെ അഖണ്ഡനാമാണ്. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തൊന്നും പോകാൻ പറ്റൂല, ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ ഇപ്പോൾ സമയം 6:35 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോവുകയാണ്. മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ പോയി വരട്ടെ കേട്ടോ. അമ്പലത്തിൽ പോയി വന്നു. ഇനിയിപ്പോൾ എന്താ, ചായ കുടിക്കണം. കിച്ചുമോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അവിടെ കൊണ്ട് പോകണം. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് പോകാൻ. ഇപ്പം ഇന്ന് കടിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്നാമത് തത്ത വയറുവേദനയായിട്ട് കിടക്കണം. അപ്പം അവൾക്ക് വല്ലാതൊന്നും വേണ്ടി വരില്ല. പിന്നെ ഞാൻ കിച്ചുമോൾ വേണമല്ലോ. അപ്പം ഞാൻ റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പം അമ്പലത്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ ഒരുപാട് കച്ചവടം ഉണ്ട് കേട്ടോ. പൊരി, ജിലേബി, അലുവയൊക്കെ. അപ്പം ഞാൻ കുറച്ച് അലുവയും ജിലേബിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ മധുരം തിന്നാൻ തുടങ്ങി. എന്താ ജിലേബിയും പിന്നെ ചെറിയൊരു പീസ് അല്ലേ അലുവ. ഞാനത് പ്ലാസ്റ്റിക്കിൽ നിന്ന് എടുത്തിട്ടില്ല. എണ്ണ ഇങ്ങനെ പാത്രത്തിലാവുമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ പീസ്. അപ്പോൾ ഇതാണ് ചായക്കുന്നത്. അപ്പോൾ ചായ കുടിക്കട്ടെ. റിസ്ക് എടുക്കണു, ചായയിൽ ഇങ്ങനെ മുക്കുന്നു, കഴിക്കുന്നു. അടിപൊളി. അപ്പോൾ ഞാനും കിച്ചുമ്പോഴും ചായ കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് കേട്ടത്. ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചുമ്പോളും മുന്നിൽ വേഗം പോയി. ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി ആ ഒരു വേഷം തന്നെ ഉണ്ടാവും, ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ എത്തി. അപ്പോൾ അവിടെ ക്ലാസ് നടക്കുകയാണ്. ഞാനിവിടെ പുറത്തിരിക്കുകയാണ് കേട്ടോ. 1.25 മണിക്കൂറാണ് ക്ലാസ്. സാധാരണ സൺഡേസിലാണ് ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ സൺഡേ പ്രാവശ്യമല്ല, അതാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത് കേട്ടോ. അത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ വേഗം കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. ഉച്ചയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയും തൈരൊക്കെയാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോൾക്ക് ഞാൻ വിളമ്പി വെച്ചതാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു കഞ്ഞി ഇതൊക്കെയാണ്, മട്ടരി കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൈസ്, വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. നല്ലൊരു ചായ ഇട്ട് കുടിച്ചു. ഇന്ന് ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല അടിപൊളി പാലൊഴിച്ചൊരു ചായ ഇട്ടു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകണം.
കണ്ടോ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ ഇപ്പം എന്താ തുണികൾ രാവിലെ അലക്കിയിട്ടതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പോകണം. അതൊക്കെ മടക്കി വെക്കണം. കിച്ചുമോള് അമ്മേൻ്റെ അടുത്ത് പോയി. പിന്നെ ഇപ്പം തത്തേൻ്റെ ബാഗൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ടുണ്ട് ഞാൻ. നമുക്കിവിടെ കല്ലില്ലല്ലോ, ചെറിയൊരു സാധനം കഴുകണമെങ്കിൽ പോലും മെഷീനിലിടണം. അപ്പോൾ അവളെ ബാഗൊക്കെ ഒന്ന് ഇട്ടതാണ്. ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ മേലെ എഴുതണം, തുണികൾ പോയി എടുത്തിട്ട് വരണം, പിന്നെ വിളക്കെത്തിക്കണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഹായ്. അപ്പോൾ ഗൈസ് എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുതിയൊരു ജോലിയൊക്കെ ആയിട്ടുണ്ട്. സ്ഥിരമായിട്ടൊന്നുമല്ല, നമുക്ക് ടെമ്പററി ആയിട്ടാണ്, പെർമനൻ്റ് ഒന്നും അല്ല കേട്ടോ. വാട്ടർ അതോറിറ്റിയിൽ റീഡിംഗ് ആയിട്ടാണ് ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ പുതിയ ജോബൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ എന്താ പറയുക ലൈവൊന്നും വരാൻ പറ്റാത്തത് കേട്ടോ. ഒരു വർക്കിന് പോകുമ്പോൾ പിന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം എല്ലാ പണികളും കഴിഞ്ഞു വന്നു, കുളി കഴിഞ്ഞു, ഇവിടെ അടിച്ചൊരു തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ, വീഡിയോ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.